ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ഞങ്ങളൊരു ഞായറാഴ്ച കറങ്ങാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. വേദു ഈ പറയുന്നത് കട തുറന്നിട്ടില്ല, അപ്പോൾ മിഠായി ഒന്നും വാങ്ങണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കട അല്ലെങ്കിലും തുറന്നിട്ടില്ലല്ലോ, അപ്പോൾ വാങ്ങാൻ പറ്റില്ലല്ലോ പറയായിരുന്നേ. അപ്പോൾ ഞങ്ങളിതാ പോകുന്നത് ചിന്തല വെങ്കിട്ടരാമന സ്വാമി ടെമ്പിൾ പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ, അമ്പലത്തേക്കാണേ. ബുഗയിലുള്ള തന്നെ താടിപത്രി ആ ഒരു ഭാഗത്തുള്ള അമ്പലമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിരുന്ന, അല്ലാതെ ഇവിടെ ഒന്നും കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അടിപൊളി ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4:45 ടൈമിലാണ് അങ്ങോട്ട് പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേര് ഇങ്ങനെ ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ പേര് ഫോണൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഈവനിങ് ടൈം വരെയായിരിക്കും കൂടുതൽ ബെറ്റർ തോന്നുന്നുണ്ട്. ഈവനിങ്ങനെ ഞങ്ങൾ പോയത്, പക്ഷേ ഒരു 5:30-6 മണി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളവർ പറഞ്ഞത് ശനിയാഴ്ച ദിവസങ്ങളിൽ പോയ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും, ഞായറാഴ്ച ദിവസം അങ്ങനെ തിരക്കുണ്ടാവില്ല എന്ന്. കാരണം ഇവിടെ കൂടുതൽ പേര് ഞോണ് കൂട്ടുന്നത് സൺഡേസിലായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ആണ് കൂടുതൽ പേരും ഇങ്ങനെ അമ്പലത്തിൽ പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പോയ ടൈം അധികം തിരക്കുണ്ടായിരുന്നില്ല, അധികം നല്ല ഒരാളും ഉണ്ടായിരുന്നില്ല. ഏതും ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നായേനെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത്. ഏതും മിണ്ടാതിരിക്കുക. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിൽ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, ഒന്ന് തൊഴുതു, ഒന്ന് ചുറ്റി കറങ്ങി കേട്ടോ. അമ്പലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല, കുറേ കുട്ടികളുണ്ട് ഐസ്ക്രീം കഴിക്കുക ഒക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം കഴിക്കുക എന്തെങ്കിലും ചെയ്യുമല്ല. അപ്പോൾ അപ്പോട്ടും പറയാം അതിനായിട്ട് വരുന്ന കുട്ടികളെ തോന്നുന്നുണ്ടെന്ന്. ചിലപ്പോൾ സ്ഥിരം വരുന്ന കുട്ടികളായിരിക്കും, നമുക്കറിയില്ലല്ലോ. അവിടെയൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അമ്പലത്തിൽ അടിച്ചു വാരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ അമ്മമ്മമാർ. അപ്പോൾ എനിക്ക് തോന്നണത് ഒരു 5:30-6 മണി നേരത്തെ ആയിരിക്കും ഇവിടെ തിരക്ക് വരുന്നുണ്ടാവുക. ഞങ്ങൾ നേരത്തെ വന്നു കണ്ടോ, തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവിടെയും ഒന്ന് ചുറ്റിക്കറങ്ങി കുറേ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല ആംബിയൻസ് ആണ് കേട്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ് ഇതൊക്കെ. നല്ല രസം തോന്നി ഇങ്ങനെ കണ്ടപ്പോൾ. എനിക്ക് തോന്നുന്നത് രാത്രി നേരത്തൊക്കെ വരുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടായിരിക്കുന്നു. പിന്നെ ഒരുപാട് പേര് അവിടെ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് പാർക്കിക്കാണ് കേട്ടോ. അവിടെ ഒരു പബ്ലിക് പാർക്കുണ്ട്. പബ്ലിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, പൈസ ഒന്നും കൊടുക്കണ്ട. മറ്റേ നമ്മുടെ നാട്ടിലാണെങ്കിൽ പാർക്കിക്കൊക്കെ കയറണമെങ്കിൽ എൻട്രി ഫീസ് ഇത്ര, മുതിർന്നവർക്ക് ഇത്ര, കുട്ടികൾക്ക് ഇത്ര, അങ്ങനെയാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കയറാം, എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ അത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് കണ്ടോ, നോ പ്ലാസ്റ്റിക് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ അവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. കുറേ വേസ്റ്റൊക്കെ തള്ളിയിട്ടുണ്ട് ആ ഭാഗത്ത്. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ബാക്കിയൊരു പ്രശ്നമൊന്നുമില്ല, പാർക്ക് നല്ലൊരു പാർക്ക് തന്നെയാണ്, കുഴപ്പമില്ല. നല്ല റൈഡ്സ് ഒന്നുമില്ല. പബ്ലിക് പാർക്ക് എന്ന് പറയാൻ കുറേ പേർക്ക് അവിടെ വന്നിരിക്കാം, വർത്താനം പറഞ്ഞിരിക്കാം, അങ്ങനെയൊക്കെ പറ്റിയൊരു പാർക്കാണ്. പിന്നെ ഞങ്ങൾ ചെന്നത് ഞായറാഴ്ച ആയത് കാരണം തന്നെ നല്ല തിരക്കായിരുന്നേ. കുറേ പേരുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള പാർക്കൊന്നും അല്ല കേട്ടോ അത്. ഒരുപാട് വലിയ അമ്മമ്മമാരും ചേച്ചിമാരും ഒക്കെ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന ആൾക്ക് കുട്ടികൾക്ക് മാത്രം എന്നുള്ള എഴുതി വെച്ച പാർക്കൊന്നും. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കിടന്ന് ആടാം കേട്ടോ. അവിടെ കുറേ പ്രായമായവരൊക്കെ കിടന്ന് ആടുന്നുണ്ടായിരുന്നേ. പിന്നെ ചില റൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവർ ഫസ്റ്റ് ചെരുപ്പ് ഊരിയിട്ട് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അതാ ഈ ഉരുസന സാധനത്തിൽ കയറിയിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, അതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ആ മാതിരി ഉരുസലും ആടലൊക്കെ ആട്ടോ ഇവിടുത്തെ കുട്ടികൾ ചെയ്യണത്. ഊഞ്ഞാലൊക്കെ ആടണ കാണണം. ഏതുകൊണ്ട് അവിടെ നമ്മൾ സ്റ്റക്കാവും ആ പൊട്ടിയ ഭാഗത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതിലാണെങ്കിലും പൊട്ടിയിട്ടുണ്ടായിരുന്നു, ചില ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ ഒരു ചെറിയ കുട്ടീനെ അവിടെ ഇരുത്തി ആട്ടിന് കണ്ടോ, സേഫായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് റൈഡ്സിലൊക്കെ അവരിങ്ങനെ കയറി ഇതാ കണ്ടോ, ഊഞ്ഞാലാടണ് കണ്ടു നിങ്ങൾ. ആ ചേച്ചി കിടന്ന് ആടണ് കണ്ടോ, നല്ല സ്പീഡിലാടണം. അതുപോലെ തന്നെ ആ ആൺകുട്ടിയോളാടണ് കണ്ടുവോ, എന്ത് സ്പീഡിലറിയോ ആടുறது. പിന്നെ ഇത് അവർ ഈ ഉരുസനത്തിൽ കയറിയിട്ടോ. പിന്നെ ഈ ആന്ധ്രയത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ കണ്ടോ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. ഇവരിങ്ങനെ എന്താ പറയുക, വേദുവും ബേബിയും ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഉരുസും. അത് കഴിഞ്ഞാൽ അപ്പൂട്ടൻ പറയും വേഗം ഇങ്ങോട്ട് ഇറങ്ങുക പറഞ്ഞു. കാരണം ആ കുട്ടികൾക്കൊരു ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങോട്ട് വരും. കണ്ടോ ഈ കുട്ടി ആടുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചു. അതിൻ്റെ മൂളിക്കൊക്കെ കാലെത്തിയിട്ട് കാലൊക്കെ തട്ടിയിട്ടാണ് പൊളിച്ചു പോകും വിചാരിക്കും, ഊഞ്ഞാലേ തെറിപ്പിച്ചിട്ട് ഓടുമെന്ന് വിചാരിക്കും, ആ മാതിരി ആട്ടം. ഇത് പിന്നെ ബേബിദൂനെ നല്ല ഇഷ്ടമായിട്ടോ ബേബിക്കാണെങ്കിൽ. അപ്പോൾ ബേബി പെട്ടെന്ന് അവനെ എടുക്കണേ, കാരണം ബാക്കിൽ കുട്ടികൾ വരുന്നുണ്ടല്ലോ, അവർക്ക് അങ്ങനെ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ചവിട്ടി തെറിപ്പിക്കും. കണ്ടോ ആടണ കണ്ടോ, കുട്ടികൾ നല്ല ആട്ടം തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ ഇതിലിങ്ങനെ കയറാൻ പറ്റുമോ ചോദിച്ചായിരുന്നു അപ്പോട്ടെ വേദുവിനോട്. അപ്പോൾ വേദു സിമ്പിളായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ആന്ധ്ര വന്ന ശേഷം വേദു കുറച്ച് എന്താ പറയുക, ആന്ധ്രത്തെ സ്വഭാവങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. മറ്റേത് കേരളത്തിലാവുമ്പോൾ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ പിന്നെ അങ്ങനെയൊന്നും അവനെ കാണുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി അവിടെ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കരയുണ്ടായിരുന്നു കേട്ടോ.
എന്താവോ. പിന്നെ ദാ ഈ കുട്ടി, ഇവൻ നേരെയല്ല ഉരുസണത്, തല തിരിച്ചിട്ടാണ് ഉരുസണത്. നമ്മൾ ആരെങ്കിലും അവിടെ കയറി ഉരുസാൻ നിൽക്കുമ്പോൾ അവൻ ദാ അങ്ങനെ നിൽക്കും. അവനൊരു മയൊന്നുമില്ല, അവൻ്റെ സിസ്റ്ററും കൂടിയിട്ട് മേപ്പെട്ട് കയറുക, അങ്ങനെ തന്നെ പണി. ഇവൻ കയറുന്ന കണ്ടിട്ട് വേദു അങ്ങനെ കയറാൻ നോക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാം ബാക്കിൽ കൂടെ വന്നിട്ട് കയറണം എന്ന് പറയും കേട്ടോ അവനോട്. അപ്പോൾ അവൻ അതുപോലെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ, ഞായറാഴ്ച ആയ കാരണം എല്ലാ കുട്ടികളും ഉണ്ടാവും അവിടെ. നല്ല തിരക്കുമായിരിക്കും. ഊഞ്ഞാലിലൊന്നും കയറാൻ പോലും കിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പാർക്കിൽ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ എണീറ്റ് തരും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എണീക്കും. അങ്ങനെ ഒരു ഭാവമാണ്. പിന്നെ നമ്മൾ ഒന്നിനും നിൽക്കില്ല. നമ്മുടെ രാജ്യമോ നമ്മുടെ സ്ഥലമൊന്നും അല്ലല്ലോ. കാരണം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് അപ്പൂട്ടം പറഞ്ഞു വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഈ എക്സസൈസിൻ്റെ ഭാഗമുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോൾ കൂടുതൽ കുട്ടികളെക്കാട്ടിലും മുതിർന്നവരായിരുന്നു കേട്ടോ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേദുവിനോട് പറഞ്ഞു അത് കയറേണ്ട, വീഴും പറഞ്ഞു കേട്ടോ. കാരണം അവനെ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അപ്പൂട്ടം പിടിച്ചിട്ട് അവനങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ എന്നോട് കയറിക്കോളാൻ പറയായിരുന്നു കേട്ടോ ബേബി. ഞാൻ നാട്ടിലാണെങ്കിൽ കയറിയായിരുന്നു, ഇവിടെ കയറിയായിരുന്നില്ല. എനിക്ക് എന്തോ കേട് പോലെ തോന്നിയിട്ടോ. അപ്പോൾ ബേബിത അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറേയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാതിരി ആടലും വലിക്കലും അല്ലേ. പിന്നെ ഇത് ഇങ്ങനത്തെ എക്സസൈസ് നമ്മുടെ മെഷീൻസ് ഉണ്ടാവുമല്ലോ, ജിമ്മിലൊക്കെ ഉണ്ടാവണ ഓരോ മെഷീൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതിലും എക്സസൈസ് ചെയ്യാൻ പറ്റിയതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് രാവിലെ കുറേ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇവിടെ, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ. ഇതിൽ വേദുവിനെ ഇരുത്തിയിട്ട് അപ്പൂട്ടനാണ് ചെയ്യണത് കേട്ടോ. അവളിരിക്കണേലൊക്കെ അവൾക്കും, അവളിരിക്കണേലൊക്കെ അവനും ഇരിക്കണം. അങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും ആ കുറച്ച് നേരം അവർ ഹാപ്പി ആയി കേട്ടോ. അത്രയും നമുക്ക് വേണ്ടു. കാരണം വേദു ഫുൾ ടൈം കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന ശേഷം വേണ്ട, അമ്മമ്മയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് ഇവിടെ വേണ്ട, ഇവിടെ ഞാൻ കിടക്കില്ല, അങ്ങനെ പറഞ്ഞ് ഡെയിലി കരച്ചിലായിരുന്നു. പിന്നെ ഇപ്പോൾ വിഷു ആയ ബാംഗ്ലൂർക്ക് പോകും പറഞ്ഞുള്ള ഒരു സമാധാനത്തിലാണ് വേദു ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കൂട്ടോ കളിക്കാൻ പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം നേരം നിന്നില്ല. പിന്നെ വേദു ആണെങ്കിലും കരഞ്ഞൊന്നുമില്ല, വേഗം വന്നിട്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ വന്ന ശേഷം നല്ലൊരു ഐസ്ക്രീം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതും കഴിച്ചു. പിന്നെ ബേബിക്കും വേദുവിനും ഒരു നൈറ്റ് ഡ്രസ്സ് എടുക്കണമെന്ന് കുറേ വിചാരിക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു 99 രൂപയ്ക്ക്, 199 രൂപയ്ക്ക് എന്നൊക്കെ. ബോർഡ് കണ്ടിട്ട് നമ്മൾ കയറിയതാണ്. പക്ഷേ 199 പറഞ്ഞാൽ 200ആണ്, 99 പറഞ്ഞാൽ 100ഉം. അതങ്ങനെയാണല്ലോ അത്യാവശ്യം. പക്ഷേ 200 രൂപയ്ക്കുള്ള നൈറ്റ് ഡ്രസ്സ് ലാഭം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത്ര റേറ്റിന് ബേബിക്കൊന്നും അങ്ങനെ കിട്ടില്ല. കണ്ടതാ, ഇതൊക്കെ 200 രൂപയേ ഉള്ളൂ. ഒരെണ്ണം എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഡ്രസ്സ് തന്നെയായിരുന്നു. നൈറ്റ് ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വേദുവിനെ ഒന്നും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടു. ഭക്ഷണം കഴിച്ചത് നല്ല തമാശയാണ്. വെയിറ്റ് ചെയ്ത് മടുത്തു. ഒരു ചിക്കൻ പീസ് വന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ വേണ്ടി പിന്നൊരു വെയിറ്റിങ്. അങ്ങനെ ക്ഷമയൊക്കെ നശിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി. ഇനി അടുത്ത ഞായറാഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഞങ്ങളുടെ ആന്ധ്രയിലെ ബുക്കയിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.